നിബന്ധനകൾ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കുമെന്ന സൂചന കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവനയിലുള്ളത്. ഗാസ നഗരം പിടിച്ചെടുക്കാൻ സൈന്യത്തിന് അനുമതി നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിനു പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി എത്തിയിരിക്കുന്നത്. ഹമാസിന്റെ തലയ്ക്ക് മുകളിൽ നരകത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഹമാസിലെ കൊലയാളികളുടെയും ബലാത്സംഗക്കാരുടെയും തലയ്ക്ക് മുകളിൽ നരകത്തിന്റെ വാതിലുകൾ ഉടൻ തുറക്കും. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ അവർ അംഗീകരിക്കുന്നത് വരെയെന്നാണ് കാറ്റ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ വെടിനിർത്തൽ ആവശ്യങ്ങളും ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണവും പരാമർശിച്ചുകൊണ്ടാണ് കാറ്റ്സ് ഗാസ നഗരം നശിപ്പിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകിയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിനിറങ്ങിയത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 62,192 പലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്.